ലോകമെമ്പാടുമുള്ള പീഡിതരായ മനുഷ്യരോടുള്ള ഐക്യദാർഢ്യവും ആത്മീയ വിശുദ്ധിയും വിളിച്ചോതി കേരള നദത്തുൽ മുജാഹിദീൻ കാസർഗോഡ് സംഘടിപ്പിച്ച ഈദ്ഗാഹ് ശ്രദ്ധേയമായി. ഈദ് നമസ്കാരത്തിനും ഖുതുബയ്ക്കും പ്രമുഖ പണ്ഡിതൻ യൂസഫ് മൗലവി നേതൃത്വം നൽകി. وإلى الجبال كيف نصبت وإلى الأرض كيف سطحت لست عليهم بمسيطر إلا من تولى وكفر. ത്യാഗത്തിന്റെയും ആത്മസംയമനത്തിന്റെയും ഒരു മാസക്കാലത്തെ വ്രതശുദ്ധിക്ക് ശേഷം വന്നെത്തിയ ഈ ഈദ് ദിനം ലോകത്തിന്റെ വിവിധ കോണുകളിൽ ദുരിതമനുഭവിക്കുന്ന സഹോദരങ്ങളെ ചേർത്തുപിടിക്കാനുള്ളതാകണമെന്ന് യൂസഫ് മൗലവി ഖുതുബയിൽ ഓർമ്മിപ്പിച്ചു. ഫലസ്തീനിൽ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ യുദ്ധക്കെടുതികളും പട്ടിണിയും അനുഭവിക്കുന്നവർക്കായി നമ്മുടെ പ്രാർത്ഥനകളിൽ പ്രത്യേകം ഇടം നൽകണമെന്നും റമദാനിലൂടെ ആർജിച്ചെടുത്ത ആത്മീയ വിശുദ്ധിയും ദൈവഭക്തിയും അച്ചടക്കവും ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കാൻ വിശ്വാസികൾ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ആഘോഷങ്ങൾ ആഡംബരങ്ങളിലേക്ക് വഴിമാറാതെ നമ്മുടെ സമ്പത്തിലും സന്തോഷത്തിലും അവകാശികളായ ദരിദ്രരെയും അശരണരെയും സഹായിക്കാൻ സന്നദ്ധരാകണമെന്നും വർഗീയതയും വിദ്വേഷവും പടരുന്ന സമകാലീന സാഹചര്യത്തിൽ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സമാധാനത്തിന്റെയും മാനവികതയുടെയും സന്ദേശം ഉയർത്തിപ്പിടിക്കാൻ വിശ്വാസികൾക്ക് സാധിക്കണമെന്നും അത് ജനസമൂഹത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കുമെന്നും വിശുദ്ധമായ ഈ ഈദ് ദിനം സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും വലിയ പാഠങ്ങൾ പകർന്നു നൽകുന്നതാകട്ടെ എന്ന മഹത്തായ ഈദ് ദിന സന്ദേശം പകർന്നു. ഈദ്ഗാഹിൽ സംബന്ധിച്ചവർക്കും ലോക ജനതയ്ക്കും നന്മയ്ക്കും സമാധാനത്തിനും പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസികൾക്ക് പെരുന്നാൾ ആശംസിച്ച് ഈദ്ഗാഹ് പ്രഭാഷണം അവസാനിപ്പിച്ചു. ആഘോഷമെന്നാൽ അത് ഒരു ആർഭാടമല്ല, ഒരു ധൂർത്തല്ല, പടക്കം പൊട്ടിക്കലല്ല, അഴിഞ്ഞാടലല്ല, ധൂർത്തടിക്കലല്ല, ദുർവ്യയം ചെയ്യലല്ല. അത് ആരാധനകൾ കൊണ്ട് തുടങ്ങുന്ന വളരെ മാന്യമായ സൗഹാർദ്ദത്തിന്റെ, സമാധാനത്തിന്റെ, ശാന്തിയുടെ, സ്നേഹത്തിന്റെ, വിട്ടുവീഴ്ചയുടെ, എളിമയുടെ, താഴ്മയുടെ, കാരുണ്യത്തിന്റെ ഒരു സന്ദേശമാണ് പെരുന്നാൾ നൽകേണ്ടത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഒന്നാമതായി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.